പനക്കലെ ശിവരാമന്റെ മകളാണ് നന്ദന. ഒരു വൈകുന്നേരം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന നന്ദനയെ ഹരിപ്രസാദ് പിന്തുടരുന്നു. ഈ വിവരം അച്ഛനോട് പറയുന്ന നന്ദന. ശിവരാമൻ ഹരിയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. നീ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് നന്ദനയുടെ പുറകെ ചെന്ന് പേടിപ്പിച്ചു എന്ന് അവള് പറഞ്ഞു. സന്ധ്യ നേരത്ത്, അതും മഴയത്ത്. നന്ദന തനിയെ നടന്നു പോകുന്നതുകൊണ്ട് ഞാൻ കൂട്ടിച്ചെന്നതാ, ഒരു ധൈര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രഘുവരൻ എന്ന ചെറുപ്പക്കാരൻ നന്ദനയെ പെണ്ണ് കാണാൻ എത്തുന്നു. നന്ദനയെ പെണ്ണ് കാണാൻ പനക്കൽ വീട്ടിലെത്തുന്ന രഘുവും അച്ഛനും അമ്മയും. പെൺകുട്ടി സുധയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. നന്ദന ചായയുമായി ചെറുക്കന്റെയും കൂട്ടരുടെയും മുന്നിലെത്തുന്നു. രഘുവിന് നന്ദനയെ ഇഷ്ടപ്പെടുന്നു. നന്ദനയുടെ വളർത്തമ്മയായ സുമിത്ര തന്ത്രപൂർവ്വം സുമിത്രയുടെ സഹോദരനായ ശേഖരന്റെ മകൾക്ക് വേണ്ടി ആ വിവാഹം ആലോചിക്കുന്നു. മക്കളെ പല രീതിയിൽ കാണരുതെന്ന് ശിവരാമൻ സുമിത്രയോട് പറയുന്നു. വല്ലവളുമാരും പെറ്റിട്ട് പോയ പെണ്ണിനെ സ്നേഹിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന സുമിത്രയുടെ വാക്കിൽ ശിവരാമൻ ഞെട്ടുന്നു. നന്ദനയ്ക്ക് വന്ന വിവാഹാലോചന തന്റെ മകൾ സുധയ്ക്ക് നടത്തണമെന്ന് പറയുന്ന ശേഖരൻ. ഈ വിവാഹം സുധയ്ക്ക് നടത്തുന്നതിൽ തനിക്ക് വിഷമമില്ലെന്ന് നന്ദന. നന്ദനയുടെ മുന്നിലെത്തുന്ന ഹരിപ്രസാദ് തന്നെ തെറ്റിദ്ധരിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. കല്യാണാലോചന എത്രടം വരെയായി? ആലോചനയോ? ആരുടെ? ഒന്നും അറിയാത്ത പോലെ. എന്നാലേ സംഗതി മുടങ്ങിയവരെ ഞാൻ അറിഞ്ഞു. നന്ദനയോട് തന്റെ മനസ്സിലുള്ള സ്നേഹത്തെപ്പറ്റി പറയുന്ന ഹരിപ്രസാദ്. തുറന്നു പറയണം, ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. പറഞ്ഞു, ഇഷ്ടമാണോ? പറയേ. അല്ല, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ വഴിയരികിൽ നിന്ന് സംസാരിക്കുന്ന എനിക്കിഷ്ടമല്ല. എല്ലാം അച്ഛനുമായിട്ട് സംസാരിച്ചാൽ മതി. വിവാഹാലോചനയുമായി പനക്കൽ വീട്ടിലെത്തുന്ന ഹരിയുടെ അച്ഛനും അമ്മാവനും. നന്ദനയുടെ വിവാഹം എങ്ങനെ മുടക്കാനുള്ള സുമിത്രയുടെ ശ്രമം. എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ ഇളയ പിള്ളേര് കൂടെ ചെന്നാ അവള് വിലക്കും. ഒറ്റയ്ക്ക് സർക്കിട്ട് എങ്കിലല്ലേ വേണ്ടപ്പെട്ടവരെ വഴിയിൽ കാണാൻ പറ്റൂ. ശേഖരൻ സുമിത്രയ്ക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഹരിയും നന്ദനയും. നാളെ നമ്മൾ ഒന്നാവുകയാണ്. ഇനി ദിവസത്തിന്റെ എണ്ണം പറയണ്ടല്ലോ, മണിക്കൂറുകൾ കണക്കാക്കിയാൽ മതി. നന്ദനയുടെ വിവാഹ ഒരുക്കങ്ങൾ നടക്കുന്നു. അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്ത് വിവാഹവേദിയിലേക്ക് നന്ദന. വിവാഹവേദിയിൽ നന്ദനയും ഹരിപ്രസാദും കുടുംബക്കാരും. താലി കെട്ടാനൊരുങ്ങുന്ന ഹരിപ്രസാദ്. വിവാഹം മുടക്കുന്ന ഹരിപ്രസാദിന്റെ അമ്മാവൻ അച്യുതൻ. ഈ കല്യാണം നടക്കില്ല, നടക്കാൻ പാടില്ല. മുഹൂർത്തായപ്പോ എന്താ ഇങ്ങനെയൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക. ഇതൊരു ചതി കല്യാണമാണ്. വലിയ മാന്യനും ആദർശക്കാരനുമായി ഈ നിൽക്കുന്ന ശിവരാമൻ ഞങ്ങളുടെ കുടുംബത്തെ ചതിക്കാനാണ് നോക്കിയത്. അതുകൊണ്ട് ഹരിപ്രസാദ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുക. ഞങ്ങളുടെ പയ്യൻ ഈ പെണ്ണിനെ വേണ്ട. എന്നാ അമ്മാവൻ പറഞ്ഞാൽ മതിയോ? തീരുമാനിക്കുന്നത് ഞാനാ. ഇത് എന്റെ കല്യാണമാ. ഞാൻ നന്ദനെ കല്യാണം കഴിക്കും, എന്ത് തടസ്സം ഉണ്ടായാലും. കെട്ടുവോ? നീ കെട്ടുവോ? തലയ്ക്ക് സുഖമില്ലാത്ത ഈ പെണ്ണിനെ നീ കല്യാണം കഴിക്കുമെന്ന്. സുമിത്ര ഒരുക്കിയ കെണിയിൽ നന്ദനയുടെയും ഹരിപ്രസാദിന്റെയും കല്യാണം മുടങ്ങുന്നു. സുമിത്ര തന്റെ അമ്മയല്ലെന്നുള്ള സത്യം നന്ദന തിരിച്ചറിയുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ച നന്ദനയുടെ അവസ്ഥ കണ്ട് ഹൃദയം പൊട്ടുന്ന അച്ഛൻ. നന്ദനയെയും അച്ഛൻ ശിവരാമനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ദൈവം എന്റെ മോളുടെ ഒപ്പമാണ്. ഈശ്വര കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് അവള് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടോ? ആര് പറഞ്ഞു രക്ഷപ്പെട്ടു? അവള് ചത്തു. സുമിത്രേ, ശവം ഓർച്ചറിൽ വെച്ചിരിക്ക. നീ കള്ളം പറയാ. മനസ്സുണ്ടെ വിശ്വസിച്ചാ മതി. നിങ്ങളെ അറിയിച്ച പ്രശ്നമാകുന്ന കരുതിയിട്ട് ആരും പറയാതിരുന്നത്. അവസരം മുതലെടുത്ത് ശിവരാമനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന സുമിത്ര. ശിവരാമന്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോകുന്ന നന്ദന. നന്ദനയെ പനക്കൽ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഹരിപ്രസാദ് നന്ദനയുടെ അമ്മ വീട്ടുകാരെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നു. നന്ദനയുടെ അമ്മ വീടായ ഉദിയന്നൂർ കോവിലകത്തെത്തുന്ന ഹരിപ്രസാദ് നന്ദനയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും
നന്ദനയുടെ കുഞ്ഞമ്മയായ സേതുലക്ഷ്മിയോട് പറയുന്ന ഹരിപ്രസാദ്. നിങ്ങൾ പറഞ്ഞത് അത്രയും സത്യമാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? അന്വേഷിക്കണം. ആരെങ്കിലും അങ്ങോട്ട് അയച്ചിട്ടല്ല, നേരിട്ട് വരണം. ആ കുട്ടിയെ കണ്ട് ബോധ്യപ്പെടണം. പുതിയന്നൂർ കോവിലകത്തേക്ക് നന്ദനയെ കൊണ്ടുവരുന്നതിൽ ശക്തമായ എതിർപ്പുമായി പ്രതാപവർമ്മ. ആര് നിഷേധിച്ചാലും നന്ദനയെ കൊണ്ടുവരുമെന്ന് ഭാഗീരഥി അമ്മ. വസ്തു തന്റെ പേരിൽ എഴുതാത്തതിൽ നന്ദനയെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുന്ന സുമിത്ര. നീയേ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോവാ. എന്താന്ന് വെച്ചാ എടുത്തോ. ഇപ്പൊ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. ഓടി ഇറങ്ങാൻ. ഇറങ്ങടി. ഇറങ്ങാൻ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങടി. ഓടി എന്റെ വീട്ടിൽ നിന്ന്. നന്ദനയെ അന്വേഷിച്ച് പനക്കൽ വീട്ടിലെത്തുന്ന സേതുലക്ഷ്മി. മനസ്സിലായില്ലല്ലേ? നിന്റെ കുഞ്ഞമ്മയെ സേതുലക്ഷ്മി. എന്നിട്ട് മനസ്സിലായില്ല? ഉദിയന്നൂർ കോവിലകത്തുനിന്ന് ഇപ്പൊ പിടികിട്ടിയോ? പുതിയന്നൂർ കോവിലകത്തേക്ക് നന്ദനയെ കൊണ്ടുവരുന്നതിൽ ശക്തമായ എതിർപ്പുമായി പ്രതാപവർമ്മ. ആര് നിഷേധിച്ചാലും നന്ദനയെ കൊണ്ടുവരുമെന്ന് ഭാഗീരഥി അമ്മ. പനക്കൽ വീട്ടിലെത്തുന്ന ഭാഗീരഥി തമ്പുരാട്ടിയും സേതുലക്ഷ്മി. നന്ദനയെ കോവിലകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് സുമിത്ര. സുമിത്രയോട് കയർത്ത് സംസാരിക്കുന്ന ഭാഗീരഥി തമ്പുരാട്ടി. ഈ കുട്ടിയെ വളർത്തിയതിന് കൂലി ചോദിക്കുന്നു. സുമിത്രയുടെ ഭർത്താവിന്റെ മകളല്ലേ ഇവള്? ആ പരിഗണനയെങ്കിലും വേണ്ടേ? അച്ഛൻ എനിക്ക് തന്ന സ്ഥലം അത് വിട്ടുകൊടുക്കാൻ എനിക്ക് സമ്മതമല്ല. അയ്യോ മോളെ, അസത്തെ കോലോത്തെ തമ്പുരാട്ടിയല്ല, ഈ കുട്ടിയുടെ മുത്തശ്ശിയാ ഞാൻ. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ നീ തല്ലുന്നോ? അനങ്ങി പോവരുത്. സുമിത്ര എരന്നു വാങ്ങി അടിയ ഇത്. എന്റെ അമ്മയുടെ കർണത്തടിക്കുന്നതിന് പകരമാ നിങ്ങൾ നന്ദനെ അടിച്ചത്. നന്ദനയെ പനക്കൽ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന സേതുലക്ഷ്മിയും ഭാഗീരഥി അമ്മയും. വഴിയിൽ കാത്തു നിൽക്കുന്ന ഹരിപ്രസാദ്. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ എന്ന്. പോയി വരാന്ന് പറയൂ. പോയി വരാം. കോവിലകത്തെത്തുന്ന നന്ദന. തന്റെ പെറ്റമ്മയെ ആദ്യമായി കാണുന്ന നന്ദന. ഇതാരാന്നറിയോ? ഈ കോവിലകത്തെ മൂത്ത മകൾ വിദ്യാഭാരതി. നിന്റെ അമ്മ. ഉദിയന്നൂർ കോവിലകത്തെത്തുന്ന ഹരിപ്രസാദ്. ഹരിയെ അപമാനിക്കുന്ന പ്രതാപവർമ്മയും രഘുനാഥനും. നന്ദനയെ സന്ദർശിക്കാൻ വന്നതാണ് പോലും. അവളെ കൈയോടെ വിളിച്ചോണ്ട് പോകാൻ ഉദ്ദേശമുണ്ടോ? എങ്കിലേ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കാം, കൊണ്ടുപോയിക്കോ. അല്ലാതെ കണ്ട് കുശലം പറയാനാണെങ്കിലേ അത് സാധ്യമല്ല. കാണണമെന്ന് തീരുമാനിച്ച ഞാൻ അയാളെ കണ്ടിട്ടേ പോകൂ. ഒരു തമ്പുരാനും ഒരു ചുക്കും ചെയ്യില്ല. പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഉടക്കിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പിന്നെ കാണാം. ഓക്കേ.
നന്ദനയും ഹരിപ്രസാദും കണ്ടുമുട്ടുന്നു. ഈ നിമിഷം ഞാൻ കൊണ്ടുപോകാം. മറ്റൊന്നും പ്രശ്നമല്ല. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. പോകാം നമുക്ക്. 100 വട്ടം സമ്മതമാ. പക്ഷേ അതൊരു പഴയ കഥയുടെ ആവർത്തനാവും. ഉദയനെ ഒരേ ഒരു പെൺകുട്ടി 24 വർഷം മുമ്പ് കാണിച്ച അവിവേകത്തിന്റെ ആവർത്തനം. നന്ദനയെ കൊല്ലാനുള്ള പ്രതാപവർമ്മയുടെ ശ്രമം. ദയവ് ചെയ്ത് വർമ്മ കാർന്നെടുക്കോ. തിരിച്ച് ശവം കൊണ്ടുവരാനാണെങ്കിലേ ആംബുലൻസ് ഏർപ്പാടാക്കി തരാം. ഹോസ്പിറ്റലിലാക്കാനുള്ള മുത്തശ്ശിയുടെയും വിദ്യയുടെയും തീവ്ര ശ്രമം. നന്ദനയും കൊണ്ട് മുത്തശ്ശിയും വിദ്യയും ഹോസ്പിറ്റലിലേക്ക്. നന്ദനയെ ആശുപത്രിയിലെത്തിക്കുന്ന വിദ്യാഭാരതി. ഓപ്പറേഷൻ തിയേറ്ററിൽ നന്ദനയെ രക്ഷിച്ചത് വിദ്യാഭാരതിയാണെന്ന് പറയുന്ന സേതുലക്ഷ്മി. വിദ്യ ചെന്നിനെ ഇവിടെ എത്തിച്ചത്. അതെ, നിന്റെ അമ്മ. നന്ദനയെ കാണാൻ ഹോസ്പിറ്റലിലെത്തുന്ന വിദ്യാഭാരതി. ഹരിപ്രസാദ് നന്ദനയെ കാണാൻ കോവിലകത്തേക്ക്. നന്ദന സങ്കടങ്ങൾ ഹരിപ്രസാദുമായി പങ്കുവെക്കുന്നു. സുമിത്രയും മനീഷും അമ്പിളിയും പനക്കൽ വീട് വിട്ട് വാടക വീട്ടിലേക്ക്. പനക്കൽ വീട്ടിന്റെ പടിയിറങ്ങുന്ന സുമിത്രയും അമ്പിളിയും മനീഷും. സേതുലക്ഷ്മിയുടെ ആകസ്മിക മരണവും മുത്തശ്ശിയുടെ വീഴ്ചയും. ഉദയന്നൂരിൽ നന്ദന വീണ്ടും ഒറ്റപ്പെടുന്നു. ഹരിപ്രസാദും നന്ദനയും രജിസ്റ്റർ മാരേജ് നടത്താൻ തീരുമാനിക്കുന്നു. ആ ശ്രമത്തെ പ്രതാപവർമ്മയും കൂട്ടരും തടയുന്നു. മുത്തശ്ശിയുടെയും സേതുലക്ഷ്മിയുടെയും സ്വത്തുക്കൾ നന്ദനയുടെ പേരിൽ എഴുതിവെച്ച കാര്യമറിഞ്ഞ് കോവിലകത്തുള്ളവർ ഞെട്ടുന്നു. സ്വത്ത് കൈക്കലാക്കാൻ ഉദയനെ കൊണ്ട് നന്ദനയെ കല്യാണം കഴിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുന്ന പ്രതാപവർമ്മ. നന്ദനയുടെ എതിർപ്പിനെ അവഗണിച്ച് ഉദയനും നന്ദനയും വിവാഹിതരാകുന്നു. നന്ദനയും ഉദയനും തമ്മിലുള്ള ജീവിതം ഒരു നാടകമായി തുടരുന്നു. മകന്റെ ദാമ്പത്യം ശരിയായ ദിശയിലല്ലെന്ന് കണ്ട് വസുന്ധര വീട് വിട്ടു പോകുന്നു. ഉദയനെ അച്ഛ എന്ന് വിളിച്ച് ഒരു പെൺകുട്ടി നന്ദനയുടെ ഓഫീസിലെത്തുന്നു. ആ കുട്ടിയും ഉദയനും തമ്മിലുള്ള ബന്ധം നന്ദനയിൽ ഒരു ചോദ്യചിഹ്നമാവുന്നു. ഹരിപ്രസാദും നന്ദനയും ചേർന്ന് കാർത്തിയായനി എന്ന ആ കുട്ടിയുടെ വീട് കണ്ടുപിടിച്ച് സത്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കുന്നു. ഇത്രയും നാളും താൻ സംശയിച്ച ഉദയന്റെ ഹൃദയവിശാലത മനസ്സിലാക്കുന്ന നന്ദന. ഉദയനും നന്ദനയും കഴിഞ്ഞ കാലങ്ങളെല്ലാം മറന്ന് ഒന്നാവുന്നു. ഉദയന്റെയും നന്ദനയുടെയും അപേക്ഷ പ്രകാരം ഹരിപ്രസാദ് വിവാഹത്തിന് സമ്മതം മൂളുന്നു. ഹരിപ്രസാദും വീട്ടുകാരും ഒരു പെണ്ണുകാണൽ ചടങ്ങിന് പുറപ്പെടുന്നു. വഴിയിൽ അവർ പോകുന്ന വാഹനം ബ്രേക്ക് ഡൗൺ ആവുന്നു. വിശ്രമിക്കാനായി തൊട്ടടുത്ത് രവികുമാറിന്റെ വീട്ടിലെത്തുന്ന ഹരിയും വീട്ടുകാരും. രവികുമാറിന്റെ മകൾ സുപ്രിയയ്ക്ക് പെണ്ണുകാണൽ ചടങ്ങിന്റെ ദിവസമായിരുന്നു അന്ന്. ഹരിപ്രസാദും വീട്ടുകാരും അവരാണെന്ന് തെറ്റിദ്ധരിച്ച് രവികുമാറിന്റെ മകൾ സുപ്രിയ ഹരിക്ക് ചായയുമായി എത്തുന്നു. രവികുമാറും ജലജയും മകൾ സുപ്രിയയെ ഹരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹരിയുടെ വീട്ടുകാർ സമ്മതം മൂളുന്നു. ഹരിയുടെയും സുപ്രിയയുടെയും വിവാഹം നടക്കുന്നു. ആഡംബര ജീവിതം നയിച്ച സുപ്രിയയ്ക്ക് ഹരിയുടെ വീടും പഴഞ്ചൻ രീതിക്കാരായ ഹരിയുടെ അച്ഛനെയും അമ്മയെയും ഒന്നും ഉൾക്കൊള്ളാനാവുന്നില്ല. ഓർക്കാപ്പുറത്തുള്ള സുപ്രിയയുടെയും ഹരിയുടെയും വരവിൽ സംശയവുമായി രവികുമാറും ജലജയും. ഒരു കാരണവശാലും താൻ ഹരിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ലെന്ന സുപ്രിയയുടെ വാക്കിൽ രവികുമാറും ജലജയും ഞെട്ടുന്നു. CI സജികുമാർ ഉദയനോട് തന്നെ എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ ആവശ്യപ്പെടുന്നു. ഉദയൻ മാനസികമായി തകരരുത് എന്ന നിർദ്ദേശവുമായി വസുന്ധരയുടെ ഡ്രസ്സ് ഉദയന്റെ മുന്നിൽ വെക്കുന്ന CI. വസുന്ധര മരിച്ച വിവരം
CA ഉദയനെ അറിയിക്കുന്നു. ഉദയനെ ആശ്വസിപ്പിക്കുന്ന CI. അമ്മയ്ക്ക് വേണ്ടി ബലികർമ്മങ്ങൾ നടത്തുന്ന ഉദയൻ. ഉദയന്റെ വല്യമ്മാവൻ രാജരാജവർമ്മ വരുന്ന വിവരം ഉദയനെ വിളിച്ചറിയിക്കുന്നു. മരിച്ച വസുന്ധരയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഉദയനും രാജരാജവർമ്മയും കുടുംബക്കാരും. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പെങ്ങൾ വസുന്ധരയുടെ കോവിലകത്തെത്തിയത് ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടിയാണല്ലോ എന്ന വിഷമവുമായി രാജരാജവർമ്മ. വസുന്ധരയുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്ന് ഉദയനോട് രാജരാജവർമ്മ. യതീന്ദ്രൻ കാർത്തികയെ വിളിച്ച് ദുബായിൽ നിന്നും വരികയാണെന്ന് പറയുന്നു. ഒരു കാരണവശാലും ഉടനെ എത്തരുതെന്ന് കാർത്തിക. ഓട്ടോയിൽ വരുന്ന ലൈല മനീഷിനെ കാണുന്നു. കറണ്ട് ബിൽ അടയ്ക്കാൻ കൊണ്ടുവന്ന പണം സൂത്രത്തിൽ ലൈലയുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന മനീഷ്. താൽക്കാലിക ആവശ്യത്തിന് പണയം വെക്കാൻ ലൈലയുടെ വള വാങ്ങുന്ന ചന്ദ്രിക. തങ്കപ്പൻ ആശാരി പനക്കൽ വീട്ടിലെത്തുന്നു. ഒതുക്കത്തിൽ ലൈലയിൽ നിന്നും നന്ദനയുടെ അഡ്രസ്സ് വാങ്ങുന്നു. ലൈല കൊടുത്ത വള ബാങ്കിൽ പണയം വെക്കാൻ ചെന്നപ്പോൾ ബാങ്കുകാർ പോലീസിനെ ഏൽപ്പിക്കാത്തത് ഭാഗ്യമെന്ന് ചന്ദ്രിക ലൈലയോട് പറയുന്നു. തന്റെ വള മുക്കുബണ്ഡമാണെന്ന് ലൈല മനസ്സിലാക്കുന്നു. പൊങ്ങച്ച വാക്കുകളുമായി കാർത്തികയും പ്രതിഭയും. അവിടെ എത്തുന്ന തങ്കപ്പനാശാരി. സുമിത്രയുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് നന്ദന അനിലയുടെ സ്ത്രീധന പണം നൽകിയില്ലെങ്കിൽ അനിലയെയും കുട്ടിയെയും കുന്നത്തൂർ കോവിലകത്ത് കൊണ്ടുവിടുമെന്ന തങ്കപ്പനാശാരിയുടെ ഭീഷണി. യതീന്ദ്രന്റെ രഹസ്യ കാമുകി സ്റ്റെല്ല കുന്നത്തൂർ കോവിലകത്തെത്തുന്നു. വിവരങ്ങൾ അന്വേഷിക്കുന്ന കാർത്തികയോട് ഞാൻ യതീന്ദ്രന്റെ ഭാര്യയാകേണ്ടവളായിരുന്നു എന്ന് പറയുന്നു. യതീന്ദ്രൻ കാർത്തികയെ ഫോണിൽ വിളിക്കുന്നു. സ്റ്റെല്ല വന്ന വിവരവും അവൾ ഗർഭിണിയാണെന്നും കാർത്തിക യതീന്ദ്രനോട് പറയുന്നു. ഹരിപ്രസാദിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയാൻ മടിക്കുന്ന സുപ്രിയയെ കുറ്റപ്പെടുത്തുന്ന അച്ഛനും അമ്മയും. സുപ്രിയയും കൂട്ടിയിന്ന് ചെമ്പിരിക്കിലേക്ക് പോകണമെന്ന് പറയുന്ന ഹരിപ്രസാദ്. സുപ്രിയ അങ്ങോട്ട് പോവാത്ത കാരണത്താൽ ഓരോ ഒഴിവുകൾ പറയുന്ന രവിയും ജലജയും. ഭാര്യ വീട്ടിൽ ദത്തു നിൽക്കാൻ തന്നെ കിട്ടില്ലെന്ന് ഹരി സുപ്രിയയോട്. എന്നാൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് അങ്ങോട്ട് മാറാമെന്ന് സുപ്രിയ ഹരിയോട് നിർദ്ദേശിക്കുന്നു. ഒരു വാടക വീടെടുത്ത് താമസിക്കുന്ന കാര്യം ഹരിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് സുപ്രിയ അച്ഛനോടും അമ്മയോടും. വാടക വീടെടുത്ത് താമസിക്കാൻ ഹരി സമ്മതിക്കുന്നു. വീട് കാണാനെത്തുന്ന സുപ്രിയയും അച്ഛനും അമ്മയും. ഞാൻ മനസ്സിൽ കണ്ട വീടാണെന്നും ഇതുപോലൊരു വീട് സ്വന്തമാക്കണമെന്നും സുപ്രിയ. സുപ്രിയയ്ക്ക് വേണ്ടി രവികുമാർ വാങ്ങിയ വീടാണെന്നും ഒരിക്കലും ഇക്കാര്യം ഹരി അറിയരുതെന്നും ജലജ സുപ്രിയയോട്. ഹരിയും സുപ്രിയയും മറ്റുള്ളവരും പുതിയ വീട്ടിലെത്തുന്നു. ഐശ്വര്യമായി വിളക്ക് കത്തിച്ച് വാടക വീട്ടിൽ താമസിക്കാനൊരുങ്ങുന്ന ഹരിയും സുപ്രിയയും. പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്നു. സുപ്രിയയുടെ രഹസ്യങ്ങൾ അടങ്ങിയ മെഡിക്കൽ റിപ്പോർട്ട് കാണുന്ന ജലജ ഇനിയും ആ റിപ്പോർട്ട് നശിപ്പിച്ച് കളയാത്തതിൽ സുപ്രിയയെ കുറ്റപ്പെടുത്തുന്നു. സുപ്രിയ മറന്നുവെച്ച ആ റിപ്പോർട്ട് ഹരിയുടെ കയ്യിലെത്തുന്നു. സുപ്രിയയ്ക്ക് ഒന്നിലും ശ്രദ്ധയില്ലെന്നും മെഡിക്കൽ റിപ്പോർട്ട് മറന്നുവെച്ചത് തന്റെ കയ്യിൽ കിട്ടിയെന്നും ഹരി രവികുമാറിനോട്. ഹരിപ്രസാദിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടുന്ന രവികുമാറും കുടുംബവും. യാദൃച്ഛികമായി മനീഷ് ഹരിപ്രസാദിന്റെ വീട്ടിലെത്തുന്നു. ഹരിയുടെ വീടാണെന്ന് മനസ്സിലാക്കിയ മനീഷ് ഹരിയും നന്ദനയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സുപ്രിയയോട് പറയുന്നു. നന്ദനയും ഹരിപ്രസാദും അടുത്ത കൂട്ടുകാരായിരുന്നുവെന്ന് സുപ്രിയ. നന്ദനയെ പറ്റിയുള്ള വിവരങ്ങൾ സുപ്രിയ അറിഞ്ഞതിൽ രവികുമാറിനും ജലജയ്ക്കും ഭയം. നന്ദനയെ പറ്റിയുള്ള വിവരങ്ങൾ ഹരിയോടിപ്പോൾ പറയേണ്ടെന്ന് ജലജ സുപ്രിയയോട്. അമ്മയുടെ ഈ വാക്കിൽ തന്റെ ഭർത്താവ് ഹരിപ്രസാദും നന്ദനയും തമ്മിലുള്ള ബന്ധത്തിൽ സംശയവുമായി സുപ്രിയ.